വാളയാറിലെ വിദ്യാർത്ഥിനികളെ വേട്ടയാടിയതാര് എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, അങ്ങയിലേക്ക് ഏറ്റവും ഒടുവിലാണ് വരാൻ കഴിഞ്ഞത്. അങ്ങ് അതിനെ ക്ഷമിക്കണം. എന്താണ് ഈ ശരണ്യയുടെയും ഹൃതികയുടെയും മരണത്തിന് കാരണമായി താങ്കൾ സംശയിക്കുന്നത്? തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ. തീർച്ചയായും നമ്മുടെ അട്ടപ്പള്ളം ശിവപുരം എന്ന പ്രദേശം വളരെ ഞെട്ടലോടുകൂടെയാണ് ഈ രണ്ട് മരണത്തിനും കാണുന്നത്. 52 ദിവസം മുൻപാണ് കുട്ടിയുടെ ജ്യേഷ്ഠത്തി മരണപ്പെടുന്നത്. കഞ്ചിക്കോട് ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഋതിക എന്ന പെൺകുട്ടി ക്ലാസ്സിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പുറകിലാണെങ്കിലും നല്ല കഴിവുള്ള ഒരു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. ഒരു കാരണവശാലും കുട്ടിക്ക് ഇത്തരത്തിലുള്ള മരണത്തിനെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയവും കടന്നു വരുന്നില്ല. കുട്ടി മരണപ്പെട്ട് 52 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടിയുടെ അനിയത്തി അതേ സ്ഥലത്ത്, അതേ വീട്ടിൽ, അതേ റൂമിൻ്റെ അകത്ത് വെച്ച് ദാരുണമായി ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും പരിസരവാസികൾക്കോ അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മരണമാണ് ഈ കാര്യത്തിൽ സംബന്ധിച്ച് നമുക്ക് അന്വേഷിച്ച് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് ഒരു സാഹചര്യമില്ലാത്ത ഈ ഘട്ടത്തിലാണ് കുട്ടിയുടെ മരണം. അത് ഒരു കാരണവശാലും ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഭീതിയിൽ ആഴ്ത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരെയാണ് സംശയിക്കുന്നത്? സമഗ്രമായ അന്വേഷണം നടത്തി തീർച്ചയായും ഇത് യാതൊരു തരത്തിലുള്ള ഒരു അറിവും നമുക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണ പുരോഗതിയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ കുട്ടി മരിക്കാൻ ഇടയായ സംഭവത്തിനെ സംബന്ധിച്ചും ഒരു തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതി നമുക്ക് ഈ ദിവസം വരെ നമുക്ക് അന്വേഷിക്കണം ചുമതല ഉദ്യോഗസ്ഥന്മാർക്ക് പറയുകയോ നാട്ടുകാർ ഈ ഭീതിയോടെയാണ് ഈ മരണത്തിനെ നമ്മൾ കാണാൻ കഴിയുന്നത്. ശരി, അവസാനമായി അഡ്വക്കേറ്റ് മായ കൃഷ്ണ, ഇവിടെ വൈത്തിരിയിൽ ഇങ്ങനെ വിട്ടുവീഴ്ചകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളയാറിൽ മറ്റൊരു രൂപത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഇവിടെ ശൈലജയുടെ ഈ പ്രതികരണം ഒരു മേമ്പൊടി മാത്രമായി തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതോ കാര്യക്ഷമമായി എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് നൂലാമാലകൾ പറയുകയാണ്. പോലീസിനെ പറ്റി എന്നോട് ചോദിക്കരുത്. പോലീസാണ് ഈ പറയുന്ന കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ പോലും ഇങ്ങനെ വൈകിച്ചുകൊണ്ടിരിക്കുന്നത്. റോബിനെ ഇന്ന് മാത്രമാണ് ഒന്ന് അനങ്ങിയത് പോലീസ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബാക്കിയുള്ളവർക്ക് മുൻകൂർ ജാമ്യം കിട്ടും. അടിയന്തര സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയില്ല. ആകെ 24 മണിക്കൂറാണ് റോബിനെ കിട്ടിയിട്ടുള്ളത്. എന്തുമാത്രം കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതോ അത്രയും മാത്രം മതിയോ ശേഖരിച്ചത്? അപ്പോൾ ആരെയാണ് ഈ പോലീസ് സഹായിക്കുന്നത്? ഇവിടെ മുഹമ്മദ് ഫർഹദ് എന്നൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, 5 വയസ്സുകാരിയെ മഞ്ചു കാട്ടി ഞാൻ വളയ്ക്കുന്നു എന്ന വീരസ്യം പറയുന്നു. അയാൾക്കെതിരെ നടപടിയില്ല. ഹൈടെക് സെല്ലിനെ ഏൽപ്പിച്ചിരിക്കുന്നു. തുടർ നടപടികൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വൈത്തിരിയും വാളയാറും കൊട്ടിയൂരും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ? അതിനപ്പുറം കർക്കശമായ എന്തെങ്കിലും ഒരു ഇടപെടൽ എവിടെയെങ്കിലും ഉണ്ടായതായി അഡ്വക്കേറ്റ് മായാകൃഷ്ണ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചുരുക്കം വാക്കുകളിൽ മറുപടി. അല്ലേ, ഇതിനെ സംബന്ധിച്ച് ശൈല ടീച്ചർ പറഞ്ഞത് ഇത് പിരിച്ചുവിട്ടു എന്നാണ്. പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രം ഗവൺമെൻറ്റിന് ഇതിനുമേലുള്ള ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. ഇത്ര നാൾ നടത്തിയിട്ടുള്ള ഈ CWC നടത്തിയിട്ടുള്ള മുഴുവൻ ഇടപാടുകളെന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അഡോപ്ഷനും അതുപോലെയുള്ള ബാക്കി മുഴുവൻ കാര്യങ്ങളിലടക്കം കൃത്യമായ ഒരു അന്വേഷണം നടപ്പാക്കണം. അത് അന്വേഷണം നടപ്പാക്കുകയും ഈ കേസിലെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയടക്കം, കാരണം വെറുതെ നിസ്സാരമായി കാണാൻ പറ്റുന്ന സംഗതിയല്ല. കണ്ണൂരുള്ള പെൺകുട്ടി എങ്ങനെയാണ് വയനാട്ടിലെത്തിയത്? അത് CWCയിൽ ഒരു പുരോഹിതനും ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സിസ്റ്ററും ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ഒരു CWC ഉള്ള വയനാട്ടിൽ എങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് പെൺകുട്ടി എത്തിയിട്ടുള്ളത്? ഇതിലെ ആരോപിതനായിട്ടുള്ളത് ഒരു പുരോഹിതനാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഈ കേസിൽ നടപ്പാക്കി പ്രതിപട്ടികയിൽ ചേർത്ത് കൃത്യമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്.
അതല്ലാതെ ഇത് ഇത്ര നാൾ നടത്തിയിട്ടുള്ള മുഴുവൻ ഇടപാടുകളും അത് റെക്കോർഡിക്കലാണ്. അത് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പറ്റാത്തത്? കൃത്യമായ അന്വേഷണം നടത്തി അതിലെല്ലാം അടക്കം ക്രമക്കേടുകളും ഗുരുതരമായ അധികാര ദുർവിനിയോഗങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ആ നടത്തിയതിന് എല്ലാം ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. പിന്നെ എനിക്ക് കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ നേതാവായിട്ടുള്ള ബിജു പറയുന്നില്ല നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു റോഡ് ആക്സിഡന്റ് അല്ല. ബിജു മനസ്സിലാക്കേണ്ടത് ഇതൊരു റോഡ് ആക്സിഡന്റ് അല്ല. കണ്ണൂരിൽ നിന്ന് പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഞാൻ ഇടപെടുകയാണ്, എന്നോട് ക്ഷമിക്കണം, സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ടുണ്ട്. എന്തായാലും കൊട്ടിയൂരിൻ്റെ കാര്യത്തിൽ ആരും കൈകെട്ടി വെച്ചിട്ടില്ല എന്ന് പോലീസ് തെളിയിക്കണം, ആഭ്യന്തര വകുപ്പ് തെളിയിക്കണം, ഈ സർക്കാർ തെളിയിക്കണം. അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.